കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ വന്ന വലിയ വാർത്ത, കോൺഗ്രസ് നേതാക്കൾ അങ്ങോളം ഇങ്ങോളം വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവം, സർക്കാർ ജീവനക്കാരുടെ ഡാറ്റ ചോർത്തി ആര്? സർക്കാർ തന്നെ. ഇതാണ് കുറ്റം. സർക്കാർ ജീവനക്കാരുടെ ഡാറ്റകൾ സർക്കാർ തന്നെ ചോർത്തി. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചോർത്തി. മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്താ? സർക്കാരിൻ്റെ ഭാഗമല്ലേ? മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് സർക്കാരിനെ നയിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സർക്കാരിൻ്റെ ഭാഗമല്ലേ? അങ്ങനെയല്ല എന്നാണ് പറഞ്ഞു വരാൻ ശ്രമിക്കുന്നത് കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസിൻ്റെ കീഴിലുള്ള സർക്കാർ ജീവനക്കാരുടെ സംഘടനകളും. എന്നാൽ ഇപ്പോഴത്തെ ഹൈക്കോടതിയിൽ നിന്ന് കൃത്യം തിരിച്ചടി ലഭിച്ചിരിക്കുന്നു. ജസ്റ്റിസ് ബെച്ചു കുര്യൻ്റെ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. സർക്കാർ ഡാറ്റ ചോർത്തി സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറി, ഇതൊക്കെയാണ് ആരോപണം. അതുമാത്രമല്ല, ഇതിൽ പുറത്തു നിന്നുള്ള ഇടപെടൽ നടന്നിട്ടുണ്ട്, ഡാറ്റകൾ പുറത്തേക്ക് പോയിട്ടുണ്ട്. ഇതൊക്കെയാണ് പറയുന്നത് സർക്കാർ ജീവനക്കാരുടെ സംഘടനകളും കോൺഗ്രസ് സംഘടനകൾ, അതോടൊപ്പം UDF-ൻ്റെ കോൺഗ്രസിൻ്റെ നേതാക്കളും. എന്നാൽ കോടതി ഇന്നൊരു ചോദ്യം ചോദിച്ചു, ഡാറ്റ സർക്കാർ ഉപയോഗിച്ചാൽ അതിലെന്താണ് തെറ്റ് എന്ന്. അപ്പോൾ ജീവനക്കാരുടെ സംഘടനകൾക്ക് വേണ്ടി ഹാജരായ വക്കീൽ വാദിച്ചത് 2022-ലും 2023-ലും 2024-ലും ഒക്കെ ആർക്കും സന്ദേശം അയച്ചിരുന്നില്ല സർക്കാർ. 25-ൽ മാത്രം സന്ദേശം അയച്ചു. 25-ലല്ല, 26-ൽ മാത്രം സന്ദേശം അയച്ചു. അത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള കളിയാണ്, രാഷ്ട്രീയ കളിയാണ് എന്നാണ് ജീവനക്കാരുടെ സംഘടനകൾ കോടതിയിൽ ഉന്നയിച്ച വാദം. അപ്പോൾ ജസ്റ്റിസ് ബെച്ചു കുര്യൻ പറഞ്ഞു, സർക്കാർ ആർക്ക് സന്ദേശം അയക്കണമെന്ന് തീരുമാനിക്കേണ്ടത് സർക്കാരല്ലേ? അത് എപ്പോഴാണ് അയക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് സർക്കാരല്ലേ? അതിലെന്താണ് സ്വകാര്യതയുടെ ലംഘനം? കോടതി ആവർത്തിച്ച് ചോദിച്ചു, ഇവിടെ എവിടെയാണ് സ്വകാര്യത ലംഘിക്കപ്പെട്ടിരിക്കുന്നത് എന്ന്. അപ്പോൾ സർക്കാർ ജീവനക്കാരുടെ സംഘടനകൾ പറയുന്നത്, സർക്കാരിന് ഈ ഡാറ്റകൾ വേർതിരിച്ചെടുക്കാനുള്ള കഴിവില്ല, സർക്കാരിന് അതിന് സംവിധാനമില്ല, IT മിഷന് അതിനുള്ള കഴിവില്ല. പറയുന്നത് സർക്കാർ ജീവനക്കാരുടെ സംഘടനകളാണ്. അത് തെളിയിക്കണം. ആരെ തെളിയിക്കേണ്ടത്? ജീവനക്കാരുടെ സംഘടനകളാണ് സർക്കാരിന് ആ കഴിവില്ല എന്ന്. സർക്കാർ പറയുന്നത് വേർതിരിച്ചെടുത്തത് സർക്കാർ തന്നെയാണ്, ഡാറ്റ എവിടെയും ചോർന്നിട്ടില്ല, സർക്കാരിൻ്റെ കൈവശമുള്ള ഡാറ്റയാണ്, സർക്കാർ അത് സർക്കാരിൻ്റെ ആവശ്യത്തിന് ഉപയോഗിച്ചു, ജീവനക്കാർക്ക് ഒരു സന്ദേശം നൽകുന്നതിന് വേണ്ടി. കേരളത്തിൽ ഇത് ആദ്യമായിട്ടാണ് അത്തരമൊരു സന്ദേശം നൽകുന്നത്. ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടു കൂടി കമ്മ്യൂണിക്കേഷൻ കൂടുതൽ എളുപ്പത്തിലാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തുന്നത്. ദേശീയ തലത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇങ്ങനെ ചെയ്യാറുണ്ട്. അതിൻ്റെ കൃത്യം വിവരങ്ങൾ കോടതിക്ക് മുന്നിൽ ഹാജരാക്കുകയും ചെയ്തു. അപ്പോൾ തിരിച്ചടി നേരിടും എന്ന് ഏതാണ്ട് ഉറപ്പായ ഘട്ടത്തിലാണ് മറ്റൊരു വാദവുമായി എത്തിയത്. സ്വകാര്യ കമ്പനികൾക്ക് ഇത് കൈമാറിയിട്ടുണ്ട്, ഡാറ്റ കൈമാറിയിട്ടുണ്ട്. സ്വകാര്യ കമ്പനികളുടെ ഇടപെടൽ ഇല്ലാതെ ഈ ഡാറ്റകൾ ഇതുപോലെ വേർതിരിക്കാൻ കഴിയില്ല സർക്കാരിന് എന്ന വാദവുമായി വന്നിട്ടുള്ളത്. ഏതായാലും ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് സർക്കാർ ജീവനക്കാരുടെ സംഘടനകൾക്ക് തിരിച്ചടി നേരിട്ടു. അതോടൊപ്പം തന്നെ കോൺഗ്രസിനും അതൊരു വലിയ തിരിച്ചടിയാണ്. എവിടെയാണ് സ്വകാര്യത ലംഘിക്കപ്പെട്ടിട്ടുള്ളത് എന്ന കോടതിയുടെ ചോദ്യത്തിന് കൃത്യം മറുപടി പറയാൻ ഇന്ന് സർക്കാർ ജീവനക്കാരുടെ അഭിഭാഷകർക്ക് കഴിഞ്ഞിട്ടില്ല. അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. അതോടൊപ്പം കോടതി ചോദിച്ച ചോദ്യവും. നാളെ വീണ്ടും കോടതി കേസ് പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വാദം കേൾക്കും. അപ്പോൾ കോടതിയുടെ അഭിപ്രായം എന്താണ് എന്ന് അറിയാൻ കഴിയും.